നമ്മൾ ഒരു ബന്ധം എന്തിനാണുള്ളത്? അത് സന്തോഷം തരാനാണ്, സമാധാനം തരാനാണ് അല്ലേ? അപ്പോൾ വഴക്കുണ്ടാകുമ്പോൾ എന്ത് പോകും? സന്തോഷം പോകും, സമാധാനം പോകും. നിങ്ങൾ തമ്മിലുള്ള വഴക്കുകൾക്കിടയിൽ ആ പോയിന്റ് പറഞ്ഞാൽ തന്നെ ഈ വഴക്ക് മറന്നു. അതായത് പലപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ നമ്മൾ തന്നെ മറന്നു ഇല്ലേ? നമ്മൾ പിന്നെ ആ വഴക്കിന്റെ പുറകെ സ്വാഭാവികമാണ്. മനുഷ്യനാകുമ്പോൾ, ബന്ധങ്ങളാകുമ്പോൾ, രണ്ട് വ്യക്തികളാകുമ്പോൾ, രണ്ട് ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ, രണ്ട് തോട്ട് പ്രോസസ്സുള്ള മനുഷ്യരാകുമ്പോൾ വഴക്ക് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം ഓർമ്മയാണ്, ഇതല്ല, ഈ സമാധാനക്കേടല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? സമാധാനമാണ്. നമുക്ക് സമാധാനമായിട്ടിരിക്കണം, നമ്മൾ സന്തോഷമായിട്ട് ഈ പറഞ്ഞ പോലെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒരുമിച്ചുള്ളത്. അപ്പോൾ സൗഹൃദമാകട്ടെ, വീട്ടുകാരാകട്ടെ, പൊതുവേ നമ്മൾ മറ്റൊരു തേർഡ് പേഴ്സണുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് അവരെ ഒന്ന് റീകോൾ ചെയ്യാം. അതെ, സംഗതി നമ്മൾ വഴക്കിടേണ്ട കാര്യമുണ്ടോ? നമ്മൾ രണ്ടാളും സന്തോഷവും സമാധാനമല്ലേ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ വഴക്കിടുന്നവരോട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ റോഡിലൊക്കെ ഇറങ്ങി അനാവശ്യമായിട്ട് ചുമ്മാ വെറുതെ പോകുന്നവരോട്, വരുന്നവരോട്, പിന്നെ ആൾക്കാരോടൊക്കെ നമ്മുടെ ഇറിറ്റേഷൻ കാണിക്കുന്ന മനുഷ്യരാണ്. കാര്യമില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു മെന്റൽ പീസ് പോയി എല്ലാം പോയില്ലേ? ഏറ്റവും ആദ്യം നമ്മുടെ സമാധാനം, സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മളെ കാണാനുള്ള ആ ഒരു ഐശ്വര്യം പോകും, നമ്മുടെ ആ നിറവ് പോകും, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സ്റ്റാറ്റസ് പോകും, കംപ്ലീറ്റ് കൊണ്ട് ഉൾട്ടാവും. വേണ്ടത് നമുക്ക് സന്തോഷം മതി. എല്ലാ കാര്യം ഇത്ര ചെയ്താൽ മതി. വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം. നമുക്ക് വേണ്ട സന്തോഷവും സമാധാനവും.